ഹലോ. അപ്പോൾ SSLC +1 +2 9th 8th എല്ലാ പബ്ലിക് പരീക്ഷകളും അതേപോലെ തന്നെ ഫൈനൽ ഇയർ എക്സാംസ് ഒക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു അല്ലേ. പരീക്ഷക്ക് പഠിച്ചാൽ മാർക്ക് കിട്ടും, പഠിച്ചെഴുതിയാൽ മാർക്ക് കിട്ടും എന്ന് നമുക്കറിയാം. എന്നാൽ എക്സ്ട്രാ ഒരു 4-5 മാർക്ക് കൂടി കിട്ടിയാലോ? അതിനുള്ള ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് അജ്മൽ. ഞാൻ ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. 10th മുഴുവൻ A+, +2 മുഴുവൻ A+. അത് കഴിഞ്ഞ് JEE പരീക്ഷ ക്വാളിഫൈ ചെയ്തു. കേരള എൻട്രൻസ് റാങ്ക് 11 ആയിരുന്നു. ഞാൻ എന്നെ പൊക്കി പറയല്ല, നേരെ വർഷത്തിൽ എനിക്ക് എഴുതി നല്ല പരിചയമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ സ്വീകരിച്ചിട്ടുള്ള ചില ടെക്നിക്സ് അടക്കമാണ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം എന്നുള്ളത്, നിങ്ങൾ ഒരു റോൾ നമ്പർ മാത്രമാണ്. നിങ്ങളുടെ പേര് എഴുതാനുള്ള ഒരു സ്ഥലം എക്സാം പേപ്പറിൽ ഉണ്ടാവുമോ? ഇല്ല. അതായത് ഈ പരീക്ഷാ പേപ്പർ നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റോൾ നമ്പർ ആണ്. ആൻഡ് ദിസ് എ ഹ്യൂജ് ഡിഫറൻസ്. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ടീച്ചർ, നിങ്ങൾ അറിയുന്ന ഒരു ടീച്ചർ ഈ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ പേര് കാണുമ്പോൾ ഇന്ന കുട്ടിയാണെന്നുള്ള മുഖം വരുന്നുണ്ട്, നിങ്ങളുടെ ക്ലാസ് റൂമിലുള്ള പെർഫോമൻസ് വരുന്നുണ്ട്, നിങ്ങളുടെ സ്വഭാവം അവരുടെ മനസ്സിൽ വരുന്നുണ്ട്, ഇതൊക്കെ വരുന്നുണ്ട്. അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ നമ്മുടെ ടീച്ചേഴ്സിനെ ബാധിക്കാമല്ലോ അല്ലേ. എന്നാൽ ഇവിടെ ഒരു എക്സാം ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പരീക്ഷാ ക്യാമ്പിൽ ഇരുന്നു കൊണ്ട്, മൂല്യനിർണ്ണയ ക്യാമ്പിൽ ഇരുന്നു കൊണ്ട് അവിടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു നമ്പർ മാത്രമാണ്. ഓക്കെ, നിങ്ങളുടെ മുഖമോ നിങ്ങളുടെ പേരോ നിങ്ങളുടെ ഒരു നിലക്കുള്ള ഐഡന്റിറ്റി അവരുടെ മനസ്സിൽ വരുന്നില്ല. അപ്പൊ എന്താണ് അവിടെ പ്രശ്നം എന്നുള്ളത്? അപ്പോൾ അവരുടെ നിങ്ങളെ അസസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ഒരു ഫസ്റ്റ് പേപ്പർ നോക്കിയിട്ടാണ് അവർ നിങ്ങൾ അസസ് ചെയ്യാൻ പോകുന്നത്. ആ ഫസ്റ്റ് പേപ്പറിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് വൃത്തിയിൽ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അറിയുന്ന കാര്യങ്ങൾ വൃത്തിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ എന്താ വരിക? ഇവൻ കൊള്ളാം എന്നാണ് വരിക. എന്നാൽ ആ ഫസ്റ്റ് പേപ്പറിൽ തന്നെ നമ്മൾ കുറെ കുത്തി വരച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് പേപ്പറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കുറെ ഉത്തരങ്ങൾ തെറ്റി എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ പോരാ എന്നുള്ളത് പ്രജുഡൈസ് അവരുടെ മനസ്സിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനുഷ്യന്മാരാണ് അല്ലേ. അപ്പോൾ ബാക്കി പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നിടത്ത് ഇനിയൊരു 2-3 പേപ്പർക്ക് അപ്പുറത്ത് നിങ്ങൾക്ക് തെറ്റി കഴിഞ്ഞാലും നിങ്ങളുടെ ഫസ്റ്റ് 2-3 പേപ്പർ വളരെ ഇംപ്രസീവ് ആണെന്നുണ്ടെങ്കിൽ ഇവന് കൊള്ളാം, ഇവൻ എന്തോ ഒരു പ്രശ്നം ഇവിടെ പറ്റിയതാണ് എന്നുള്ളൊരു കൺസിഡറേഷൻ, ഒരു ബയസ് നിങ്ങൾക്ക് വേണ്ടി അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ ഇത് മനസ്സിലാക്കണം. ഫസ്റ്റത്തെ 2-3 പേപ്പർ നമ്മൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ എഴുതണം. ആദ്യം അറിയാവുന്നത് എഴുതണം. ആ അറിയാവുന്നത് എഴുതിയതിനു ശേഷമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ സ്റ്റാർട്ട് വെരി ക്ലീൻ. ഫസ്റ്റത്തെ 2-3 പേപ്പർ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. 2-3 പേപ്പർ എസ്പെഷ്യലി നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി സമയമെടുത്ത് എഴുതണം. അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് പെന്ന് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ബ്ലൂ ഓർ ബ്ലാക്ക് ഇങ്ക് ബോൾ പെൻ ഉപയോഗിക്കുക. ജെൽ പെന്ന് പരീക്ഷയ്ക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് സ്മഡ്ജ് ചെയ്ത് അത് അവിടെ ഇവിടെയൊക്കെ പരക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ബോൾ പെൻ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം നല്ലൊരു സ്പേസിങ് വിടുക. ഇതൊക്കെ നമ്മുടെ ഒരു വൃത്തിയുടെ ഭാഗമാണ്. ആ ഫസ്റ്റ് പേപ്പർ എഴുതുമ്പോൾ ഒരു ലൈൻ എഴുതി അതിൻ്റെ തൊട്ട് താഴെ തന്നെ ചിലതുണ്ടാവും, ഒരു കൊച്ചിയിൽ കോഴിക്കോട് നിന്ന് കൊയിലാണ്ടിക്ക് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോകുന്നവരുണ്ടാവും. ചിലത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്പേസിങ്ങിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഫസ്റ്റത്തെ 2-3 പേപ്പർ നമ്മൾ വളരെ ഭംഗിയിൽ എഴുതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കഴിഞ്ഞാൽ, ഇപ്പോൾ ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കിയേ, ഇതെങ്ങനെ കുറേ ആൾക്കാർ കുത്തിവര ഇടുന്നു, റൈറ്റ്. അപ്പോൾ ചിലത് ആളുകൾ വൃത്തിക്ക് എഴുതുന്നു. ഇതിങ്ങനെ കുത്തിവര ഇട്ടാൽ ആ കുത്തിവര ഇടുന്നതിന് പകരം നമുക്ക് തെറ്റുണ്ടെങ്കിൽ 1-2 വരകളിൽ എന്ത് ചെയ്യാം, നമുക്കത് വെട്ടിക്കളയാം. അതല്ലാതെ കുറേ ആൻസർ പേപ്പറിൽ കുത്തി വരക്കുക എന്നുള്ളത് വളരെ നല്ലൊരു ശീലമല്ല. തെറ്റാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരൊറ്റ വര ഇടുക, റൈറ്റ്, ദാറ്റ്സ് ഡൺ. ഓക്കെ, അപ്പോൾ ഈ കുത്തിവരകൾ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം നല്ലൊരു മാർജിൻ വരയ്ക്കുക. ഒരു സ്കെയിൽ നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി എസ്പെഷ്യലി ഈ സ്കെയിൽ നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നല്ലൊരു മാർജിൻ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ മാത്സ് നമ്മളൊരു വർക്കിംഗ് ഏരിയ ഉണ്ടെങ്കിൽ ആ വർക്കിംഗ് ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ലൈന് വരക്കാം. അതേപോലെ തന്നെ നമ്മൾ ടേബിൾസ് ഉണ്ടാവും. ടേബിൾസ് വെറുതെ കൈകൊണ്ട് വരക്കുന്നതിന് പകരം നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് വൃത്തിക്ക് വരക്കാം. അതേപോലെ തന്നെ ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നേരെയുള്ള വരക്ക് പകരം ഒരു സ്കെയിൽ ഉപയോഗിക്കാം. അപ്പോൾ സ്കെയിൽ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ പെൻസിൽ ബോക്സിൽ, നിങ്ങളുടെ ഒരു പൗച്ചിൽ വേണം. അത് ഒരു പെൻസിലും അല്ലെങ്കിൽ പെന്നും അതേപോലെ തന്നെ ഇറേസറും മാത്രമല്ല വേണ്ടത്, ഒരു സ്കെയിൽ എന്നുള്ളത് മസ്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ഘട്ടത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു അണ്ടർലൈനിങ്, പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ അണ്ടർലൈൻ ചെയ്യുക എന്നുള്ളത് നമ്മളൊരു ശീലമാക്കി മാറ്റുക. ഈ പ്രധാനപ്പെട്ട പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും അണ്ടർലൈൻ ചെയ്യാത്ത ചില ആളുകൾ എഴുതും, ചില ആളുകൾ മുഴുവൻ അണ്ടർലൈൻ ചെയ്യും. രണ്ടുമല്ല വേണ്ടത്. അണ്ടർലൈൻ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ആലോചിക്കണം. അപ്പോൾ ആ പോയിന്റ്സ് എന്ത് ചെയ്യും, എടുത്തു കാണിക്കും. ആ പോയിന്റ്സ് ഇൻവിജിലേറ്ററെ സംബന്ധിച്ച് എടുത്ത് കാണിക്കും. അവന് ഇന്ന പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് മാർക്ക് കൊടുക്കാം, റൈറ്റ്. അതേപോലെ തന്നെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതേണ്ട സ്ഥലങ്ങളിൽ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ,
റൈറ്റ്. ഇതേപോലെ തന്നെ നമ്മൾ ഡയഗ്രാംസ് ടേബിൾസ് ഒക്കെ വരുമ്പോൾ അത് വളരെ വൃത്തിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ചെയ്യേണ്ട ഡയഗ്രാംസ് ആണ് എന്നുണ്ടെങ്കിൽ വളരെ വൃത്തിയിൽ ഈ പറഞ്ഞ പോലെ സ്കെയിൽ ഉപയോഗിക്കേണ്ടടുത്ത് സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അതൊരു കുത്തിവര മറ്റൊന്നും ആയി മാറരുത്. ഓക്കെ, ഈ കാര്യം നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു എസ്പെഷ്യലി ഒരു ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേപ്പർ എറ്റിക്കറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാനും സാധ്യതയുണ്ട്, മാർക്ക് കുറവ് കിട്ടാനും സാധ്യതയുണ്ട്. വളരെ കൂളായിട്ട് എക്സാം എഴുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഭൂരിഭാഗം പരീക്ഷകൾക്കും കൂൾ ഓഫ് ടൈം ഉണ്ടാവും. ആ കൂൾ ഓഫ് ടൈമിൽ എന്ത് എഴുതണം എന്നുള്ളത് കൃത്യമായി പ്ലാൻ ചെയ്യണം. അറിയാവുന്നത് മാത്രം ആദ്യം മുതൽ എഴുതി തുടങ്ങണം. ഓരോ ക്വസ്റ്റ്യന് ശേഷവും സ്കെയിൽ ഉപയോഗിച്ച് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക. ഏതെങ്കിലും കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മാത്രം അതിനുവേണ്ടി സ്ഥലം വിടാതെ അറിയുന്ന അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക. എന്നിട്ട് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അവസാനം എഴുതാം. നിങ്ങൾ വെട്ടിടുമ്പോൾ ഒരൊറ്റ വെട്ടിൽ അവസാനിപ്പിക്കുക. ഒരുപാട് കുത്തി വരച്ചുകൊണ്ട് ആൻസർ പേപ്പർ മോശമാക്കരുത്. നിങ്ങളുടെ ആൻസർ പേപ്പർ കണ്ടാൽ നിങ്ങളെ ആ ഒരു നല്ലൊരു എന്താ പറയുക സൗന്ദര്യമുള്ള ആ ഒരു മുഖം ആ ആൻസർ പേപ്പർ കാണുമ്പോൾ തന്നെ അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ടീച്ചറുടെ മനസ്സിൽ വരണം എന്നുള്ളൊരു ചിന്തയോട് കൂടി ആദ്യത്തെ 2-3 പേപ്പർ എഴുതുക. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.